താനൂർ മണ്ഡലത്തിൽ അടവ് നയവുമായി മുസ്ലിം ലീഗ്. സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലം പ്രസിഡന്റ് മുത്തുക്കോയ തങ്ങൾക്ക് പ്രമോഷൻ നൽകി. മുത്തുക്കോയ തങ്ങളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാക്കി. സീറ്റ് ലഭിക്കാതായതോടെ മുത്തുക്കോയ തങ്ങൾ ഇടതുപക്ഷവുമായി ചർച്ച നടത്തിയിരുന്നു. ജംഷീർ കൊടിഞ്ഞി വിശദാംശങ്ങൾ നൽകും. ജംഷീർ, നേരത്തെ തന്നെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ് മുത്തുക്കോയ തങ്ങൾ. അപ്പോൾ പി.കെ. നവാസിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നാലെ മുത്തുക്കോയ തങ്ങൾക്ക് അതൃപ്തിയുണ്ട് എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. പക്ഷേ മുത്തുക്കോയ തങ്ങളുടെ കാര്യത്തിൽ ലീഗ് കുറെ കൂടി രണ്ടത്താണിയെ ഡീൽ ചെയ്തതിൽ നിന്ന് വിഭിന്നമായി മുത്തുക്കോയ തങ്ങളെ പാർട്ടിയിൽ തന്നെ നിർത്താനുള്ള ശ്രമങ്ങളാണ് പാർട്ടി സ്വീകരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ നീക്കങ്ങൾ? തീർച്ചയായിട്ടും സൈഫു, അതായത് താനൂരിൽ സ്ഥാനാർത്ഥിത്വം നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു. കഴിഞ്ഞ ടൈമിൽ തന്നെ മുത്തുക്കോയ തങ്ങൾ സ്ഥാനാർത്ഥിയാകും എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് പി.കെ. ഫിറോസ് സ്ഥാനാർത്ഥിയായി. അന്നും സമാനമായ രീതിയിൽ അദ്ദേഹത്തെ അന്വയിപ്പിച്ച് കൂടെ നിർത്തിയിരുന്നു. പക്ഷേ ഇത്തവണ സ്ഥാനാർത്ഥിത്വം നൽകുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി താനൂരിൽ ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ ആയിട്ട് ഒരു മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഈ മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ വലിയ ഒരു ജാഥ ഒക്കെ നടത്തിയിരുന്നു. അത് അദ്ദേഹം ഏതാണ്ടൊക്കെ ഉറപ്പിച്ചിരുന്നു. പക്ഷേ അതിനുശേഷമാണ് അവിടെ പി.കെ. നവാസിന്റെ പേര് ഉയർന്നു വരികയും പിന്നെ പി.കെ. നവാസിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. പി.കെ. നവാസിന്റെ പേര് വന്നതുകൂടി തന്നെ അദ്ദേഹത്തിന് ചില അമർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. തുടർന്നാണ് അദ്ദേഹം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രഖ്യാപിച്ചതോടുകൂടിയാണ് അദ്ദേഹത്തെ ഈ അസ്വാരസ്യം മുതലെടുക്കാൻ CPM ശ്രമം നടത്തുകയും അദ്ദേഹത്തെ CPM നേതൃത്വം സമീപിക്കുകയും ചെയ്തു. അതിന്റെ വാർത്തയടക്കം പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ടായി. മുസ്ലിം ലീഗിലെ ഒരു ഉന്നത നേതാവിനെ CPM സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ വാർത്ത വന്നു. പിന്നീട് അത് മുത്തുക്കോയ തങ്ങളാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടടക്കം വാർത്തകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിലാണ് അപ്പോൾ തന്നെ മുസ്ലിം ലീഗ് അതിൽ ഇടപെടുകയും അദ്ദേഹത്തോട് ചർച്ച നടത്തുകയും അദ്ദേഹം പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. കാരണം താനൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ CPM ലഭിക്കുക എന്നുള്ളത് അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നത് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ആ രീതിയിലുള്ള ഒരു ഇടപെടൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്തുമുണ്ടായി. മാത്രമല്ല ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ അന്നത്തെ രാത്രി വരെ CPM നേതൃത്വമായി അദ്ദേഹം ഈ മുത്തുക്കോയ തങ്ങളുമായി ചർച്ച നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും തൊട്ടടുത്ത ദിവസം രാവിലെ മുതൽ തന്നെ മുത്തുക്കോയ തങ്ങൾ പി.കെ. നവാസിനൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ ഇടവിട്ട് അല്ലെങ്കിൽ അന്ന് രാത്രി 10 മണിക്ക് ചേർന്ന മുസ്ലിം ലീഗിന്റെ മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് വിട്ടുനിന്ന മുത്തുക്കോയ തങ്ങൾ പക്ഷേ പിറ്റേന്ന് രാവിലെ മുസ്ലിം ലീഗിന്റെ പ്രചരണ പരിപാടികൾ സജീവമായി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ അർദ്ധരാത്രിയോട് കൂടി മുസ്ലിം ലീഗ് കൃത്യമായി ഡീൽ ചെയ്ത് അദ്ദേഹത്തെ കൂടെ നിർത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ CPM സംബന്ധിച്ചിടത്തോളം താനൂരിൽ ഒരു ലീഗിൽ നിന്ന് നടത്തിയെടുക്കാൻ ഒരാളെ കിട്ടാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഇപ്പോൾ അവസാനം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, ഒരു വ്യവസായിയായിട്ടുള്ള സ്ഥാനാർത്ഥിയെ താനൂരിൽ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കൃത്യമായ ഒരു ഡീൽ അവിടെ നടന്നിരുന്നു എന്നുള്ളതാണ് അന്ന് തന്നെ നമ്മളടക്കം ആ വാർത്തകൾ കൃത്യമായി നൽകുകയും ചെയ്തിരുന്നത്. അതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗമായി അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. കൃത്യമായ ഒരു അടവ് നയം അവിടെ മുസ്ലിം ലീഗ് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമം ഊർജിതമായി നടക്കുന്നു. നവാസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കൃത്യമായി മണ്ഡലത്തിൽ ലാൻഡ് ചെയ്യുകയും കൃത്യമായ ഒരു മുന്നേറ്റം നടത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം CPM സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാത്ത ഒരു പ്രതിസന്ധി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് മുത്തുക്കോയ തങ്ങൾ എടുക്കുമ്പോൾ പുതിയൊരു സംസ്ഥാന സെക്രട്ടറി കൂടിയാകുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സെക്രട്ടറി ഒഴിവാക്കാനുള്ള സാധ്യത കൂടി നമ്മൾ മുൻകൂട്ടി കാണണമോ ജംഷീർ? ആളെ മനസ്സിലാവുമല്ലോ, രണ്ടത്താണി നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അപ്പോൾ ഇത് കൂടുതൽ സെക്രട്ടറിമാർ ഉൾപ്പെടുത്തുകയാണോ അതോ ഒരാളെ പുറത്താക്കി പകരം കയറ്റാനുള്ള പരിപാടിയാണോ? ഒരു കാര്യം നമുക്ക് പറയാം. ഏതായാലും ഇദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നൊരു പ്രൊമോഷൻ എന്ന രീതിയിലാണ് ഈ നേരത്തെ പാർട്ടി നൽകിയ ഉറപ്പാണ് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് നൽകിയ ഉറപ്പാണ്. അതേസമയം തന്നെ രണ്ടത്താണിയുടെ കാര്യത്തിൽ ചില അസംതൃപ്തി പാർട്ടിക്ക് നേതൃത്വത്തിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊരു പക്ഷേ അദ്ദേഹത്തെ വെട്ടുന്നതിലേക്ക് പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അത് മുതിർന്ന നേതാക്കളുമായി നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു പക്ഷേ അത് വരും ദിവസങ്ങളിൽ വരും സമയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഉണ്ടാവും. നിലവിലിപ്പോൾ അദ്ദേഹം സെക്രട്ടേറിയറ്റ് അംഗമായി തുടരുന്നുണ്ട്. ഏതായാലും രണ്ടത്താണിയുടെ കാര്യത്തിൽ വരും കാലങ്ങളിൽ അല്ലെങ്കിൽ വരും സമയങ്ങളിൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ള. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തീരുമാനങ്ങളൊന്നും മറ്റൊന്നും വന്നിട്ടില്ല. നേതാക്കന്മാരുമായി സംസാരിക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം മാത്രമാണ് ഇത്. അതിപ്പോഴുള്ള ഒരു വിവരം മാത്രമാണ്. അത് എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് വരും സമയങ്ങളിൽ അറിയില്ല. ഏതായാലും മുത്തുക്കോയ തങ്ങൾക്ക് പാർട്ടി നൽകിയ വാക്ക് പാലിച്ചിരിക്കുന്നു.